അപ്പൊ ഫാത്തിമ, ഈ വീഡിയോസിന്റെ ഒക്കെ മുമ്പിൽ പെൺകുട്ടികൾ വരാറുണ്ടല്ലോ, അതിലെന്താ എന്റെ അഭിപ്രായം? മുഖം കാണിച്ചും അതുപോലെ തന്നെ ഔറത്ത് കാണിച്ചൊക്കെ വരുന്ന ആൾക്കാർ എന്താ അഭിപ്രായം? അത് മാത്രല്ല ഇങ്ങനെ നടക്ക പെൺകുട്ടികൾക്ക്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ആരെങ്കിലും ഇപ്പൊ നീ ബസ്സിൽ പോവുകയാണെങ്കിലോ അതല്ലെങ്കിൽ അങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് എന്താ അടിക്കാറുണ്ടോ? കൊറേ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? അങ്ങനെ എന്താണ് വീട്ടുകാർക്ക് പുറത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത ഇതൊക്കെയാണ്. എന്താ ഇവിടെ കല്യാണത്തിനാവട്ടെ എന്തെങ്കിലും വേറെ ഫംഗ്ഷൻ ആവട്ടെ ഒന്നിനും പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ഫാത്തിമ എന്ന് പറഞ്ഞ ഒരു കൊച്ചുമിടുക്കിയുടെ കഥയാണ്. ഫാത്തിമ എന്ന് പറഞ്ഞ് ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത്, ഈ വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ബേസ് വേൾഡ് എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ആ സമയത്ത് ഞാൻ വീഡിയോന്റെ തംബ്നെയിൽ നോക്കിയ സമയത്ത് മൊത്തത്തിൽ ഒരു കറുപ്പ് ധരിച്ചൊരു പെൺകുട്ടി, മുഖം മറച്ചിട്ടുണ്ട്, കൈകൾ മറച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പർദ്ദ ഇട്ടിട്ടുണ്ട്, അങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി. സാധാരണ ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പെൺകുട്ടികൾ കാണൽ വളരെ കുറവാണ്. ഒട്ടുമിക്ക സ്ത്രീകളും വിവാഹം കഴിഞ്ഞ് കുട്ടികളായി, പേരക്കുട്ടികളായി, ഏകദേശം ഒരു 50-60 വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കിനി തിരിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തിലേക്ക് പോകണം, മരണം കഴിഞ്ഞതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നൊക്കെ ചിന്തിച്ച് അതിനുശേഷം ഹജ്ജും ഉംറയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഖമെല്ലാം മറച്ച് പർദ്ദക്കെട്ട് നടക്കുന്ന ആളുകളാണ് പൊതുവേ നമ്മളെ നാട്ടിൽ കാണാറുള്ളത്. പക്ഷേ ഈ ഒരു കൊച്ചുമിടുക്കിയുടെ കഥ കേട്ടപ്പോൾ അതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഫാത്തിമ എന്ന് പറഞ്ഞ കൊച്ചുമിടുക്കിയുടെ കഥയാണ്. മലപ്പുറം ജില്ലയിലെ മലപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പല പെൺകുട്ടികളും ഈ ഒരു കാലത്ത് ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫാത്തിമയെ പോലെയുള്ള പെൺകുട്ടികൾ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സോഷ്യൽ റിയാലിറ്റികളിൽ ജീവിക്കുന്ന കുട്ടികളായിരിക്കും. ഒരുപാട് ഫോട്ടോസ് എടുക്കണം, നല്ല ഡ്രസ്സ് ഇടണം, അതുപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള മോഡേൺ എക്വിപ്മെൻറ്റ്സും യൂസ് ചെയ്യണം, അങ്ങനെ ടെക്നോളജീസൊക്കെ യൂസ് ചെയ്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളായിരിക്കും. പെൺകുട്ടികൾ എന്ന് മാത്രമല്ല, ആൺകുട്ടികളും എല്ലാവരും ആ ഒരു ഏജിൽ അങ്ങനെ ആയിരിക്കും. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഫാത്തിമ ഒരു വേറെ ജീവിതം നയിക്കുമ്പോൾ അത് തികച്ചും കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഫാത്തിമ ഈ ഇടയ്ക്കായിട്ട് കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 2.5 കോടി ദിക്ർ ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. 2.5 കോടി സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. സലാത്ത് ചൊല്ലിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട്. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക് ഉംറയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് നറുക്കെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലിയ ആളുകളെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫാത്തിമ തന്നെ നേരിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. ഞാനെന്ന് പറയാനുള്ള കാരണം, ഇന്ന് ഞാൻ വളരെ വ്യത്യസ്തമായ ഒരു 7ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതായത് ഇന്നത്തെ പെൺകുട്ടികൾ മോഡലിങ്ങിൻ്റെയും അതല്ലെങ്കിൽ ഫാഷൻ്റെയും അതുമല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീലിൻ്റെ ഒക്കെ ബാക്കിൽ പോകുമ്പോൾ ഇതൊന്നും വകവയ്ക്കാതെ 2 വർഷം കൊണ്ട്, വെറും 2 വർഷം കൊണ്ട് 2.5 കോടി സ്വലാത്തുകൾ ചൊല്ലി അത് 10 കോടി ചെല്ലണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അതായത് ഈ ഒരു വീഡിയോൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മോട്ടിവേഷൻ ആയിട്ട് നിങ്ങൾ വീഡിയോ കണ്ടാൽ മതി. കാരണം ഇങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് കണ്ടു കിട്ടാൻ തന്നെ വലിയ പാടാണ്. അപ്പോൾ 7ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്ന പറഞ്ഞേ? ഓക്കെ, പേരെന്താ? ഫാത്തിമ. ഓക്കെ, സ്ഥലം മലപ്പുറം അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു 2.5 കോടി സലാത്ത് ചെല്ലാനുള്ള കാരണം എന്താ? ഒരു സലാത്ത് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പില് കേറിയപ്പം ഹജ്ജിന് പോവാനെ ഓരോരോ ഓഫർ കണ്ടു. അങ്ങനെ അതില് കേറി. ഫസ്റ്റ് ഒന്നും ചെല്ലിയില്ലായിരുന്നു, പിന്നെ ചെല്ലല് തുടങ്ങിയപ്പോ ഒരു ഉത്സാഹം, ചെല്ലി തുടങ്ങിയാലോ എന്നില്ലേ, അങ്ങനെ ചെല്ലി. അങ്ങനെ 1 ലക്ഷത്തോളം സ്ഥലത്ത് ചെല്ലി. 1 ലക്ഷം ആദ്യം ചെല്ലി. അതെ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഉംറക്ക് പോകാൻ ആഗ്രഹം ഉള്ളതുകൊണ്ടാണോ? അതെ അതെ. ഉംറക്ക് പോകാൻ ആഗ്രഹം കൊണ്ട് സ്വലാത്ത് ചെല്ലി. എത്ര സ്വലാത്ത് ചൊല്ലിയാണ് ഉംറക്ക് പോകാൻ പറ്റുക? അത് എങ്ങനെ പറയാൻ പറ്റുമോ കാര്യങ്ങളൊക്കെ? എന്താണ് കൂടുതൽ സ്വലാത്ത് ചെല്ലണോലെ തെരഞ്ഞെടുപ്പിലൂടെ കൊണ്ടുപോകും. തെരഞ്ഞെടുപ്പിലൂടെ വിജയികളാണ് കൊണ്ടുപോകും അല്ലേ? അങ്ങനെയാണോ 1 കോടിയിലേക്ക് എത്തിയത്? അങ്ങനെയാണോ? അതെ അതെ. ഇപ്പൊ എത്ര കോടിയായി? ഇപ്പൊ 2 കോടിയുടെ മുകളിലായിണ്ടാവും. 2 കോടി 2.5 കോടി അല്ലേ? എത്ര കോടി വരെ ചെല്ലും? എന്റെ ആഗ്രഹം 10 കോടി ചെല്ലണം എന്നാണ്. മാഷാ അല്ലാഹ്, 10 കോടി സലാത്തോ? ഇത് എത്ര വർഷം കൊണ്ട്? 5. മാഷാ അല്ലാഹ്, 5 വർഷം കൊണ്ട് 10 കോടി സലാത്തോ? ഇതൊക്കെ ഈ ഒരു പഠനത്തിന്റെ ഇടയിൽ കഴിയോ? പഠിക്കേണ്ടടുത്ത് പഠിക്കും ചെയ്യും, ഇതിനെ ഒരു ടൈം കണ്ടെത്തുകയും ചെയ്യും, അങ്ങനെ. അപ്പൊ ഫാത്തിമ, ഈ ഗ്രൂപ്പ് ശരിക്കും ഏതൊക്കെ ആൾക്കാർ അതിലുള്ളത്? ആണുങ്ങളുണ്ടോ? ഇല്ല, ഗേൾസ് മാത്രം, കുട്ടികൾ മാത്രമേ ഉള്ളൂ. കുട്ടികൾ മാത്രം? നിന്റെ അതുപോലെ 7ാം ക്ലാസ് പഠിക്കുന്ന അങ്ങനത്തെ കുട്ടികളല്ലേ? 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഉംറന്റെ ഒരു കാര്യം പറഞ്ഞല്ലോ,
ശരിക്കും ഉംറക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഈ സ്വലാത്തിലൂടെ സാധിക്കുമോ? ഇൻഷാ അല്ലാ സാധിക്കും അതെ അല്ലേ? അതിപ്പോ ഏത് ക്ലാസ് എത്തുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടോ? 10ാം ക്ലാസ് എത്തുമ്പോഴത്തേന് ഇൻഷാ അല്ലാ പോണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ ചെല്ലിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡ്രസ്സിംഗ് ഒക്കെ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാ, അതോ വീഡിയോന്റെ മുമ്പിൽ മാത്രമാണോ? അല്ല, ഫുൾ ടൈം ഇങ്ങനെ തന്നെയാണ് അല്ലേ? മാഷാ അല്ലാ. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്താ അറിയോ, ഇന്നിപ്പോ കുട്ടികളൊക്കെ അവസ്ഥ അറിയില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ അറിയില്ലേ? ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ടോ? എന്താ യൂസ് ചെയ്യാത്ത? വീട്ടുകാർ സമ്മതിക്കൂല. മാഷാ അല്ലാ. വാട്സപ്പ് ഉണ്ട് അല്ലേ? അപ്പൊ എന്തായാലും വേണമല്ലോ. അപ്പോ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നെ പോലെ തന്നെ ചെല്ലുന്ന എത്ര പേരുണ്ട്? കുറേ കുട്ടികളുണ്ട്. ഇപ്പൊ നിന്റെ എത്ര 2.5 കോടിയൊക്കെ ആൾക്കാരുണ്ടോ? ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഈ പഠന സമയത്തൊക്കെ ഇത് ചെല്ലുന്ന സമയങ്ങൾ എങ്ങനെയാ, അതൊക്കെ പറയാൻ പറ്റും? എങ്ങനെയാണ് ചെറിയത്, എങ്ങനെ ഇത് എണ്ണുന്നത് എങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ദിക്റിനൊക്കെയുണ്ട്, കൗണ്ടറിലാണ് ഉപയോഗിക്കുന്നത്. കൗണ്ടർ, വീട്ടിലൊരു കൗണ്ടർ ഉണ്ട്, സ്കൂളിൽ പോകുമ്പോൾ വേറെ കൗണ്ടർ ഉണ്ട്. സ്കൂളിൽ പോകുമ്പോൾ കൊണ്ടുപോകും. ഫ്രീ പീരീഡ് സ്കൂളിൽ നിന്ന് ചെല്ലും, വീട്ടിൽ നിന്ന് ഫ്രീ കിട്ടുന്നു വീട്ടിൽ നിന്നും ചെല്ലും. അതിനായിട്ടൊരു ഒഴിവ് കണ്ടെത്തും. അതെ. അപ്പോ പഠനത്തിനൊക്കെ സമയം ഉണ്ടാവോ? അതൊക്കെ ഉണ്ടാവും. അപ്പോ ഈ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങിയത് ഏത് സമയത്താ പറയാൻ പറ്റുമോ? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫാത്തിമ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, എന്റെ ആഗ്രഹം 10 കോടി സ്വലാത്ത് ചെല്ലണം. 10ാം ക്ലാസ് ആകുമ്പോഴത്തേക്ക് എനിക്ക് 10 കോടി സ്വലാത്ത് ചെല്ലണം. അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നറുക്കെടുപ്പിലൂടെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഉംറയ്ക്ക് പോകണമെന്നുള്ളതാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഈ ഒരു 7ാം ക്ലാസ് പഠിക്കുന്ന ചെറിയ പെൺകുട്ടി, ഒരു 12-13 വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയുടെ ആഗ്രഹങ്ങൾ, ആത്മീയ ആഗ്രഹങ്ങളെ കേൾക്കുമ്പോൾ ഒരുപാട് പേർക്ക് അസൂയ തോന്നും. സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ അസൂയ തോന്നി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും എന്താ പറയുക, റിലീജിയസ് ആയിട്ട് ഇത്രയും പക്വതയോടുകൂടെ സംസാരിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ അത് തികച്ചും കൗതുകകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാത്തിമ എന്ന് പറയുന്നത് ഒരുപാട് പെൺകുട്ടികൾക്ക് ഒരു റോൾ മോഡലാണ്. ഞാൻ ആ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ താഴെ നോക്കുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മക്കൾ നിന്നെ പോലെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായി ജീവിക്കുന്ന ആളുകൾക്ക് തികച്ചും ഒരു അത്ഭുതം തന്നെയാണ് ഫാത്തിമ എന്ന് പറയുന്നത്. കാരണം 7ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി, 7ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ മെൻസ്ട്രേഷന് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനത്തെ ഒരു മൊമെൻറ്റിൽ, അങ്ങനത്തെ ഒരു പീരീഡിൽ ഇതെല്ലാം വിട്ട് ചെറുപ്പം മുതൽ തന്നെ തുടങ്ങുക. അവൾ പറയുന്നുണ്ട്, എനിക്ക് മരണം വരെ ഇതുപോലെ ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. മരണം വരെ ഞാൻ ഇതുപോലെ തന്നെ ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ ഒരു ആഗ്രഹമാണത്. തികച്ചും ആ ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു വിദ്യാഭ്യാസം, കുടുംബത്തിൽ നിന്ന് നമുക്ക് പല ക്വാളിറ്റീസ്, കൾച്ചേഴ്സ് കിട്ടാനുണ്ട്. ആ ഒരു കൾച്ചർ കൊണ്ടായിരിക്കാം ചിലപ്പം ഫാത്തിമ മോള് ഈ ചെറിയൊരു പ്രായത്തിൽ തന്നെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നത്. അപ്പം പല ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, മുഖവും എല്ലാം മറച്ചിട്ട് നടക്കുന്ന ഒരുപാട് കുടുംബങ്ങളിൽ നിന്നുള്ള, നല്ല ആത്മീയ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതെല്ലാം ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷം, കുറച്ചധികം പ്രായമായതിനു ശേഷമൊക്കെയാണ് കാണാറുള്ളത്. പക്ഷേ ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു മഹത്തായ കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ അത് തികച്ചും പ്രശംസനീയമായിട്ടുള്ള കാര്യം. ഈ കുഞ്ഞുമോള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ വന്നാലും സ്കൂളിൽ പോയി കഴിഞ്ഞാലൊക്കെ ഫ്രീ കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ ഇതുപോലെ സലാത്ത് ചെല്ലാറുണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു മെഷീനുണ്ട്, ആ ഒരു മെഷീനിൽ കൗണ്ടറുണ്ട്, ആ ഒരു കൗണ്ടറിൽ കൗണ്ട് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും വരെ പോയത് എന്നൊക്കെ. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യമുണ്ട്. പണ്ട് സൗദിയിൽ താമസിച്ചിരുന്ന കാലത്ത് ഉംറയ്ക്ക് നമ്മൾ ബസ്സിൽ പോവുമായിരുന്നു. ഒരു ഉംറയ്ക്ക് ബസ്സിൽ പോകുന്ന സമയത്ത് അതിലുള്ളൊരു മുസ്ലിയാർ പറഞ്ഞു, ഏറ്റവും കൂടുതൽ സലാത്ത് ചെല്ലുന്ന ആളുകൾക്ക് ഞാൻ എൻ്റെ കയ്യിലുള്ളൊരു ക്ലോക്ക് സമ്മാനമുണ്ട്, ആ ഒരു ക്ലോക്ക് നിനക്ക് തരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ദിക്ർ മെഷീൻ തന്നു എല്ലാവരുടെ കയ്യിലും. മക്ക മുതൽ മദീന എത്തുന്നത് വരെ ഞാൻ സലാത്ത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. ഞാനൊന്നും സംസാരിച്ചിട്ടേ ഇല്ല. എൻ്റെ ഉള്ളിലുള്ളൊരാഗ്രഹം ആ ക്ലോക്ക് എങ്ങനെയെങ്കിലും കൈവശപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലോക്ക് വീട്ടിലില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അതൊരു അംഗീകാരമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലിയതിനുള്ള ഒരു അംഗീകാരം. അങ്ങനെ എന്താണെങ്കിലും ഞാൻ ഒരുപാട് സലാത്ത് ചൊല്ലി, എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഓർമ്മയില്ല ഞാൻ എത്ര ചൊല്ലിയിട്ടുണ്ടെന്ന്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെല്ലാവുന്നതിൽ കൂടുതൽ ഞാൻ ആ ഒരു മക്കത്ത് നിന്നുള്ള മദീന വരെയുള്ള യാത്രയിൽ ഞാൻ സലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ അവസാനം ആ ക്ലോക്ക് ഞാൻ സമ്മാനമായിട്ട് വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കധികം പ്രായമൊന്നുമില്ല കേട്ടോ, ചെറിയൊരു, എനിക്ക് തോന്നുന്നു ഒരു +2 ഡിഗ്രി കാലഘട്ടമൊക്കെ ആയിരുന്നു അന്ന്. അപ്പം അത് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്.
എന്താണെങ്കിലും ഇവളോട് ചോദിക്കുന്നുണ്ട്, ഫാത്തിമ മോളോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു വസ്ത്രത്തിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ, നിനക്ക് ആരെങ്കിലും നിനക്ക് കമന്റ് ചെയ്യാറുണ്ടോ എന്നൊക്കെ. അപ്പൊ എന്തായാലും അവളുടെ മറുപടി കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ വീഡിയോസിന്റെ ഒക്കെ മുമ്പിൽ പെൺകുട്ടികൾ വരാറുണ്ടല്ലോ, അതിലെന്താ എന്റെ അഭിപ്രായം? മുഖം കാണിച്ചും അതുപോലെ തന്നെ ഔറത്ത് കാണിച്ചൊക്കെ വരുന്ന ആൾക്കാർ എന്താ അഭിപ്രായം? എന്നെ പോലെ തന്നെ കുറെ കുട്ടികളുണ്ട്, നല്ല ചെലുക്ക് നടക്കുന്ന കുട്ടികളുണ്ട്, എന്താണ് വേറെ ചെലുക്ക് നടക്കുന്നവരുണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, റീൽസ് എടുത്ത് നടക്കുന്നവരൊക്കെ ഉണ്ട്. അത് മാത്രല്ല ഇങ്ങനെ നടക്കാം പെൺകുട്ടികൾക്ക്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ആരെങ്കിലും ഇപ്പൊ നീ ബസ്സിൽ പോവുകയാണെങ്കിലോ അതല്ലെങ്കിൽ അങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് എന്താ അടിക്കാറുണ്ടോ? കൊറേ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? അങ്ങനെ എന്താണ് വീട്ടുകാർക്ക് പുറത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത ഇതൊക്കെയാണ്. എന്താ ഇവിടെ കല്യാണത്തിനാവട്ടെ എന്തെങ്കിലും വേറെ ഫംഗ്ഷൻ ആവട്ടെ ഒന്നിനും പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ചോദിക്കുന്ന ചോദ്യമാണ്, കുട്ടീനെ കെട്ടിച്ചതാണോ, കാത്തിരിക്കട്ടെ കെട്ടിച്ചു തരുമോ, അങ്ങനെ കൊറേ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ രൂപം കൊണ്ടേക്കാരല്ലേ? അതെ അതെ. മാത്രല്ല ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രായം അറിയില്ലല്ലോ, 7ാം ക്ലാസ് പഠിക്കുന്ന ആർക്കും അറിയില്ലല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞേ? ഇല്ല, നല്ലതാണ്. ഇനിയിപ്പോ ആരെങ്കിലും ഫാമിലിന്ന് തന്നെ ആരെങ്കിലും ഇങ്ങനെ പറയണോ എങ്ങനെ നടക്കേണ്ട ആവശ്യം, മോഡേണൊക്കെ നടന്നോന്നൊക്കെ പറയണല്ലേ? അതൊക്കെ വക വെക്കാതെ തന്നെ മുന്നോട്ട് പോയത് വളരെ നല്ല കാര്യം. പിന്നെ ഇനിയിപ്പോ ഒരു ഇപ്പൊ വിവാഹപ്രായം ആയിട്ടില്ലല്ലോ, അങ്ങനെ വിവാഹപ്രായമൊക്കെ ആയ സമയത്തും വിവാഹം കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നടക്കുമോ? ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും, അതിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല? ഇൻഷാ അല്ലാഹ്, റബ്ബ് തൗഫീഖ്. ഇതുപോലെയുള്ള വസ്ത്രങ്ങളിട്ട് പുറത്ത് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലിബറൽ കേരളത്തിൽ ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. കാരണം മതതീവ്രത, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ആളുകൾ കളിയാക്കാനും പരിഹസിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഞാനിതുപോലെ സൗദിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന സമയത്ത് മുഖം മറച്ചിട്ടായിരുന്നു നടന്നത്. 6ാം ക്ലാസ് മുതലേ നമ്മളെല്ലാവരും മുഖം മറച്ചിട്ടാണ് നടക്കുക. ഞാൻ നടന്നിരുന്നത് 6ാം ക്ലാസ് മുതലേ മുഖം മറച്ചിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നാട്ടിലെത്തിയ സമയത്ത് ഞാനിതുപോലെ മുഖം മറച്ച് നടക്കുമ്പോൾ പല ആളുകളും ചോദിക്കും, നീ അൽ-ഖായിദയാണോ, നീ എന്താ ടെററിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കായിരുന്നു. പിന്നെ അവസാനം എൻ്റെ പ്രായത്തിൻ്റെയും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് മുഖം മറക്കേണ്ടതില്ല, തലയും മുടിയും ഒക്കെ ഔറത്ത് മറച്ച് നടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അവസാനം അത് ഒഴിവാക്കിയായിരുന്നു ചെയ്യേണ്ടായിരുന്നത് കോളേജിലൊക്കെ പോയ സമയത്തൊക്കെ. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, ഈ ഒരു ഫാത്തിമയെ പോലെ നല്ല ബോൾഡായ ഒരു പെൺകുട്ടിയായിരുന്നു ഞാനെങ്കിൽ ഒരിക്കലും എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും കുരുങ്ങേണ്ട ആവശ്യം വരില്ലായിരുന്നു എന്നുള്ളത്. എന്തായാലും ഫാത്തിമ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പോലെ ജീവിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, അത്രയും മനഃശക്തി വേണ്ടി വരും. കാരണം ഈ ഒരു ലോകത്തിൻ്റെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഒരു ആത്മീയ സന്തോഷം ഇങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് കിട്ടാനുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ എങ്കിൽ പോലും കൂടെയുള്ള സുഹൃത്തുക്കളും അതുപോലെ തന്നെ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളൊക്കെ ഓരോ കാര്യങ്ങളിലും സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് സാമൂഹികമായി ജീവിക്കുമ്പോൾ ആത്മീയമായി ജീവിക്കുന്ന ഫാത്തിമയ്ക്ക് നല്ല മനഃശക്തി തന്നെ വേണ്ടി വരും ഇതുപോലെയുള്ളൊരു ജീവിതം തുടർന്ന് കൊണ്ടുപോകാൻ. അപ്പോൾ എന്താണെങ്കിലും എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി, നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. ബൈ.